Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിൽ നിന്ന് വലിയൊരു ഫോളാണ് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പ് നിന്ന് വളരെ വലിയ ഫോളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പ് പിന്നെ ഈ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷറിലും ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റി എന്ന് നോക്കിയാൽ നമുക്കൊരു 1% മുകളിലൊരു ഫോളായിരുന്നു. നമ്മൾ വിചാരിച്ച ഒരു റേഞ്ച് തന്നെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ. കാരണം നമ്മൾ ഒരുപാട് തവണ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിന് മുമ്പത്തെ ആഴ്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ആയിരുന്നു പണ്ട് കുറച്ച് നാളായിട്ട്. അപ്പോൾ ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി നല്ല അത് പോരാ, നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ബൈയിങ് തന്നെ വരണം. കൂടാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നല്ല റിക്കവറി വന്നെങ്കിലും ഈ ഒരു ഹൈ ഉണ്ട്, ഈ ഒരു ഹൈ ഇവിടുന്ന് ടച്ച് ചെയ്തിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിഫ്റ്റി താഴത്തോട്ട് വരികയാണ്. കൂടാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോ അടക്കം ബ്രേക്ക് ചെയ്തുകൊണ്ടോ ഈ ഒരു അവസാനത്തെ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ല. കാരണം ഇവിടുന്ന് താഴത്തോട്ട് വന്നു, ഇവിടുന്ന് താഴത്തോട്ട് വന്നു, അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു റാലി മിക്കവാറും മേലോട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ലൈന് താഴത്തെ ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നിഫ്റ്റിയിൽ വീണ്ടും താഴത്തോട്ട് നമ്മുടെ പഴയ റേഞ്ചിലോട്ടൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ റേഞ്ചൊക്കെ ഉണ്ടല്ലോ കണ്ട് നമ്മൾ സപ്പോർട്ട് എടുത്ത റേഞ്ച്, ആ റേഞ്ചിലോട്ടൊക്കെ വരാനുള്ള സാധ്യതയാണ്. അതായത് പെട്ടെന്ന് റിക്കവറി വന്നിട്ടില്ലെങ്കിൽ, അതല്ല ഇവിടുന്ന് തന്നെ മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിഷയമല്ല. നാളൊരു ബൈയിങ് വന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു 1-2 നാൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അങ്ങനെ മേലോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല വീണ്ടും ബ്രേക്ക് താഴത്തോട്ട് വരികയാണെങ്കിൽ അടുത്തൊരു മേജർ സപ്പോർട്ട് വരുന്നത് ഈ ഒരു റേഞ്ചാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം എന്താണെന്നുള്ളത്. കാരണം നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സെല്ലിംഗ് ആണെന്ന് അറിയാം. കാരണം ഒരുപാട് പേര് ചിലപ്പോൾ എന്താ പറയുക എക്സ്പയറിഡ് അനുസരിച്ചിട്ടുള്ള പൊസിഷൻ സൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സെല്ലിംഗ് ആണെന്ന് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മിക്കവാറും ഒരു നല്ലൊരു പോസിറ്റീവ് ക്ലോസിങ് പ്രതീക്ഷിക്കാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ക്യാപ്പാണ്. സ്മോൾ ക്യാപ്പ് ഇന്ന് 3% മുകളിലാണെന്ന് ക്ലോസ് ചെയ്തത്. വളരെ വലിയൊരു ഫോള്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഏകദേശം ഒരു റെസിസ്റ്റൻസ് ഏരിയ, നമ്മളൊരു ബ്ലൂ ലൈന് വരഞ്ഞിട്ടുണ്ട്. ആ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല ഒരുപാട് തവണ ആ റേഞ്ചിൽ നിന്ന് റെസിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ഭയങ്കരമായിട്ടുള്ള സെല്ലിങ്, 3% ഒരു സെല്ലിങ്ങാണ് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാൻ സാധ്യതയുള്ള സപ്പോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈനാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മേലോട്ട് പോയി കഴിഞ്ഞാൽ ആ റേഞ്ചിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ട്രെൻഡിനെ സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അവസാനത്തെ ഈ ഒരു ഹൈ ആണ് ഈ റേഞ്ച് നമുക്ക് നോക്കാം. ഈ 2 റേഞ്ചിൽ നിന്ന് നമുക്ക് റിവേഴ്സലാവുകയാണെങ്കിൽ കുഴപ്പമില്ല. പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ വലിയ റിക്കവറി ഒന്നും വരില്ല. ഒരു കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് 2-3 ദിവസം ഒന്ന് അത് കൺസോൾട്ടേറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. അതുണ്ടെങ്കിൽ വലിയ ഫോളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ സ്റ്റോക്കുകളിലൊക്കെ വലിയൊരു ഇടിവ് വരുന്നത്. കാരണം സ്മോൾ ക്യാപ്പ് ഇടിയുമ്പോൾ നമ്മൾ കൂടുതലും നോക്കുന്ന സ്റ്റോക്കുകൾ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കയറുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ കയറും, ഇറങ്ങുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ താഴത്തോട്ട് വരാനും സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് പൊസിഷൻ സൈസിങ് ചെയ്ത ആളുകൾക്കൊന്നും വലിയ ഇഷ്യൂ വരാറില്ല. സ്റ്റോപ്പ് ലോസിലൊക്കെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ചില ആളുകൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാർക്കാണ് കൂടുതലായിട്ടും വലിയ ലോസിലോട്ട് പോവുക. നമ്മളതെല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റോക്കിനെ കുറിച്ച് പിന്നെ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു വീക്ക് മാർക്കറ്റിലും ഒന്ന് സ്ട്രെങ്ത് കാണിച്ചൊരു സ്റ്റോക്ക് നമുക്കൊന്ന് പരിചയം. സ്റ്റോക്കിൻ്റെ ഒരു ബയോക്കോൺ നമുക്കിന്ന് 402 ഒരു 3% റാലി സ്റ്റോക്കിന് തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിന് ചാർട്ടിലോട്ട് പോകാം. ഞാൻ ഈ സ്റ്റോക്ക് ഒരു വീക്ക് ചാർട്ടിലോട്ട് മാറ്റാം. കണ്ടോ, വീക്ക് ചാർട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഒരുപാട് തവണ ഈ റേഞ്ച് റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള റേഞ്ചാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. കാരണം 2, 4, 5 തവണ സ്റ്റോക്ക് അവിടെ നിന്ന് വന്നിട്ട് റിവേഴ്സലായിട്ടുള്ള അനുഭവമാണ് ഈ സ്റ്റോക്കിലുള്ളത്. ഇപ്പോൾ വീണ്ടും അതേ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. വന്നിട്ടൊന്നുമില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം സ്റ്റോക്കുകളിലൊക്കെ എൻട്രി എടുക്കുക. അതായത് നമ്മൾ പറയുന്ന അങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ ചാടിക്കയറി എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ചിലപ്പോൾ നല്ല റിസൾട്ടല്ല. ഇപ്പോൾ ചില സമയങ്ങളിൽ നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കുകളടക്കം ഫോളോ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മോശം റിസൾട്ടാണോ നല്ല റിസൾട്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. അതായത് നല്ല റിസൾട്ട് വന്ന് സ്റ്റോക്ക് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻട്രികൾ എടുക്കാൻ സാധിക്കും.
അപ്പോൾ ഇതാണ് സ്റ്റോക്കിൻ്റെ ഒരു ബ്രേക്കൗട്ട് റേഞ്ചാണ് ഈ റേഞ്ച് ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാൽ മിക്കവാറും മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് തവണ ഈ ഒരു സ്റ്റോക്ക് ഈ റേഞ്ചിൽ നിന്ന് തിരിച്ചു പോയതാണ്. അപ്പോൾ ഒരുപാട് തവണത്തെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിടുക. ഇതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും പറയുക. കാരണം നമുക്ക് യൂട്യൂബിൽ അങ്ങനെ പറയാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്, ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാവരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോക്കുകളിലൊക്കെ എടുക്കാൻ താല്പര്യമുണ്ട്, പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഞാൻ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, അതുപോലെ ടാർഗറ്റ് എവിടെ വെക്കണം എന്നൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇതുപോലെ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഇന്നലെ ഒരു ഷോർട്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം ഞായറാഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. കാരണം മാർക്കറ്റ് ഇത്ര ഫോളായി. അപ്പോൾ ഇത് നമുക്ക് എന്താണ് നമുക്ക് ഇനി അടുത്ത ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നിഫ്റ്റിയിലും സ്മോൾ ക്യാപ്പിലും അതുപോലെ സ്റ്റോക്കുകളിലൊക്കെ എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതിൽ വീഡിയോ കാണുന്നില്ലാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളെ ഇതുപോലെ മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. അതല്ലെങ്കിൽ ഒരു ഷോർട്സ് എങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക്